നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് നിങ്ങളിതെല്ലാം 8ാം ക്ലാസ്സിൽ എന്താണ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അവസ്ഥകളും 3 അവസ്ഥകളും അവയെ പറ്റിയുള്ള കാര്യങ്ങളും. ഓക്കെ, ഈ ചിത്രങ്ങളെല്ലാം നിങ്ങൾ എന്താണ് നേരത്തെ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ, അതായത് പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളെ പറ്റി നിങ്ങൾ അവിടെ പഠിച്ചു. അവിടെ നിങ്ങൾ ഖരം, ദ്രാവകം എന്നീ 3 അവസ്ഥകളും അല്ലെ, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളും അവയുടെ തന്മാത്രാ ചിത്രീകരണം അല്ലെ, മോളിക്കുലർ അറേഞ്ച്മെന്റ് അല്ലെ, തന്മാത്രയുടെ ക്രമീകരണങ്ങൾ എന്ത് ചെയ്തു അവിടെ നമ്മൾ പഠിച്ചതാണ്. ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഓരോന്നിന്റെയും അറേഞ്ച്മെന്റ് ഒക്കെ എന്ത് ചെയ്തു, അതായത് അവയുടെ അവയ്ക്ക് എന്താണ് ഓരോ അവസ്ഥകളുടെയും തന്മാത്രകളുടെ ക്രമീകരണങ്ങളെല്ലാം എന്ത് ചെയ്തു നിങ്ങൾ അവിടെ വ്യത്യസ്തങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു പ്രത്യേകം പഠിച്ചതാണ്. നമുക്ക് ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് നിങ്ങൾ 3 അവസ്ഥകളെ പറ്റി പഠിച്ചു. സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥ, ലിക്വിഡ് സ്റ്റേറ്റ് അഥവാ ദ്രാവകാവസ്ഥ, ഗ്യാഷ്യസ് സ്റ്റേറ്റ് അഥവാ വാതകാവസ്ഥ അല്ലെ. ഖരം, ദ്രാവകം, വാതകം ഈ 3 അവസ്ഥകളെ പറ്റി പഠിച്ചു. ഞാൻ ആ ഓരോ 3 അവസ്ഥകളുടെയും മോളിക്കുലർ അറേഞ്ച്മെന്റ് അഥവാ തന്മാത്ര ക്രമീകരണമാണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. ഇത് ഖരത്തിന്റെ തന്മാത്ര ക്രമീകരണം, സോളിഡിന്റെ മോളിക്കുലർ അറേഞ്ച്മെന്റ്, ഇത് ദ്രാവകാവസ്ഥയിൽ അകത്തുള്ള തന്മാത്രയുടെ ക്രമീകരണം, ഇത് വാതകാവസ്ഥ അഥവാ ഗ്യാഷ്യസിനകത്തുള്ള മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്. ഓക്കെ, നമ്മൾ ഈ 3 അറേഞ്ച്മെന്റ് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഖരാവസ്ഥ അഥവാ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലെ ഓരോ മോളിക്യൂൾസുകളും ഇത് ഓരോന്നും ഓരോ തന്മാത്രകളാണ്. ഓക്കെ, ഈ തന്മാത്രകളുടെ ക്രമീകരണം എന്ന് പറയുന്നത് അതുപോലെയാണോ ദ്രാവകാവസ്ഥയിൽ, അതുപോലെ തന്നെയാണോ വാതകാവസ്ഥയിൽ? 3 അവസ്ഥകൾ നോക്കുമ്പോൾ അവയ്ക്ക് ഓരോന്നിലും അവയുടെ മോളിക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, തന്മാത്രകളുടെ ക്രമീകരണം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഖരാവസ്ഥയിലെ പോലെയല്ല ദ്രാവകാവസ്ഥ, അവയെപ്പോലെയല്ല, അവയിലുള്ളതുപോലെയല്ല അതിൽ കാണപ്പെടുന്നത് വാതകാവസ്ഥയിലുള്ള തന്മാത്രകളുടെ ക്രമീകരണം എന്ന് പറയുന്നത് അല്ലെ, മോളിക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഖരാവസ്ഥയോട് വരുമ്പോൾ നോക്കാം, അവയിൽ ഓരോ മോളിക്യൂൾസുകളും വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു അല്ലെ. അവയ്ക്കിടയിൽ എന്തില്ല, ഒരു സ്പേസ് ഇല്ല അല്ലെ, അകലമില്ല, വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവിടെ നമ്മൾ പറഞ്ഞാണ് അല്ലെ, ഖരാവസ്ഥയിൽ മോളിക്യൂൾസുകൾ തന്മാത്രകൾ എല്ലാം തന്നെ ക്ലോസ്ലി പാക്ഡ് ആണെന്ന് പറഞ്ഞു, അതായത് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഓരോ തന്മാത്രകളും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവ തമ്മിലുള്ള പരസ്പരമായ ആകർഷണ ബലം, അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, തന്മാത്ര തമ്മിലുള്ള പരസ്പരമായ ആകർഷണം അഥവാ ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഖരാവസ്ഥയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവ എന്തിന് കാരണം, അവയുടെ ആ റിജിഡിറ്റിക്ക് കാരണം, ആ കട്ടിയുള്ളതിന് കാരണം. ഇപ്പൊ ഖരാവസ്ഥയിലെ പദാർത്ഥങ്ങളെല്ലാം കട്ടിയുള്ളതാവാൻ കാരണം എന്താണ്, അവയുടെ ഈ തന്മാത്രകളുടെ ക്രമീകരണമാണ്. നിങ്ങളവിടെ പഠിച്ചതാണ് അല്ലേ. അതായത് അവിടെ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ട്, അതായത് ഖരാവസ്ഥയുള്ള തന്മാത്രകൾക്ക് കട്ടിയുള്ളതാണ്, എന്നാൽ ദ്രാവകാവസ്ഥയും വാതകാവസ്ഥയും കട്ടി ഉള്ളതല്ല അല്ലെ. അവയുടെ പദാർത്ഥങ്ങൾ അല്ലെ, ആ അവസ്ഥയിലുള്ള ദ്രാവകാവസ്ഥയിലെ പദാർത്ഥങ്ങൾ എടുത്താലും വാതകാവസ്ഥയിലെ പദാർത്ഥങ്ങൾ എടുത്താലും അവയ്ക്ക് എന്തില്ല, അവയ്ക്ക് കട്ടിയില്ല അല്ലെ, അതായത് റിജിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. അതിനുള്ള കാരണങ്ങൾ എന്ത് ചെയ്തു നമ്മൾ അവിടെ വിശദീകരിച്ചാണ്. എന്തിനാണ് കാരണം, അതെന്താണ് അതിന് കാരണം എന്ന് പറയുന്നത്, ഈ തന്മാത്രയുടെ ക്രമീകരണമാണ് അതിന് കാരണം. അപ്പൊ ഖരാവസ്ഥയിലെ പദാർത്ഥങ്ങൾ കട്ടിയുള്ളതാവാൻ കാരണം എന്താ, അവയുടെ ഈ തന്മാത്രയുടെ ക്രമീകരണമാണ്, ഈ മോളിക്കുലർ അറേഞ്ച്മെന്റ് ആണ് അതിന് കാരണം. അവയിൽ എപ്പോഴും എന്തായിരിക്കും, അവയിലെപ്പോഴും തന്മാത്ര അഥവാ മോളിക്യൂൾസുകൾ എന്ന് പറയുന്നത് വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള തന്മാത്രമുള്ള പരസ്പരമായ ആകർഷബലം എന്ന് പറയുന്നത്, ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഖരാവസ്ഥയിൽ കൂടുതലും അവയേക്കാൾ കുറവാണ് ദ്രാവകാവസ്ഥയിൽ. എന്ന് വെച്ചാൽ അവയുടെ തന്മാത്ര ക്രമീകരണം നോക്കുമ്പോൾ അറിയാം, തന്മാത്ര തമ്മിലുള്ള അകലം എന്താണ്, ഖരാവസ്ഥയെ അപേക്ഷിച്ച് കൂടുതലാണ് ദ്രാവകാവസ്ഥയിൽ, അവയേക്കാൾ കൂടുതലാണ് വാതകാവസ്ഥയിൽ. വാതകാവസ്ഥയിൽ തന്മാത്ര തമ്മിലുള്ള അകലം വളരെയധികം കൂടുതലാണ്. മറ്റ് 2 അവസ്ഥകളെ അപേക്ഷിച്ച് തന്മാത്ര തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ആർക്കാണ്, വാതകാവസ്ഥയിലെ തന്മാത്രകൾക്കാണ്, മോളിക്യൂൾസിനാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ്, ഖരാവസ്ഥയിൽ ഉള്ള പദാർത്ഥങ്ങൾക്ക് എപ്പോഴും നിശ്ചിതമായ ആകൃതി ഉണ്ടായിരിക്കും. എങ്കിൽ ദ്രാവകാവസ്ഥയിലാണെങ്കിൽ അവയ്ക്ക് നിശ്ചിത ആകൃതിയില്ല, വാതകാവസ്ഥയിലാണെങ്കിൽ അവയ്ക്കും നിശ്ചിതമായ ആകൃതിയിലായിരിക്കും. ഈ 2 അവസ്ഥകളും ദ്രാവകാവസ്ഥയും വാതകാവസ്ഥയും നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് അവയുടെ ആകൃതി എന്ന് പറയുന്നത് നമ്മൾ ഏത് കണ്ടെയ്നറിലാണ്, ഏത് പാത്രത്തിലാണോ ആ അവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്, ആ പാത്രത്തിന്റെ ഷേപ്പ് എന്താണോ അതായിരിക്കും ദ്രാവകാവസ്ഥയിലെ പദാർത്ഥങ്ങളുടെ ഷേപ്പും അതുപോലെ തന്നെ വാതകാവസ്ഥയിലെ പദാർത്ഥങ്ങളുടെ ഷേപ്പും.
പക്ഷേ സോളിഡിനാണെങ്കിൽ, ഖരാവസ്ഥയിലാണെങ്കിൽ അവയ്ക്ക് നിശ്ചിതമായ ഒരു ആകൃതി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വ്യാപ്തം എടുക്കുക. നിങ്ങൾ വ്യാപ്തം എന്തെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് വ്യാപ്തം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം. വ്യാപ്തമില്ലാതായിട്ട് ഒരു പദാർത്ഥവും ഇവിടെ ഇല്ല. അപ്പൊ ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് വ്യാപ്തമുണ്ട്, ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് വ്യാപ്തമുണ്ട്, അതുപോലെ തന്നെ വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്കും വ്യാപ്തമുണ്ട്, അതായത് വോളിയമുണ്ട്. പക്ഷേ നിശ്ചിത വ്യാപ്തമുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. അവിടെ പഠിച്ചതാണല്ലേ നമ്മൾ. അതായത് ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് നിശ്ചിത വ്യാപ്തമുണ്ട്, ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് നിശ്ചിത വ്യാപ്തമുണ്ട്, പക്ഷേ വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് നിശ്ചിത വ്യാപ്തമില്ല. ഇവിടെ പഠിച്ചു സോളിഡ് സബ്സ്റ്റൻസിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ലിക്വിഡ് സബ്സ്റ്റൻസിനും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. പക്ഷേ ഗേഷ്യസ് സബ്സ്റ്റൻസിനാണെങ്കിലോ എന്തില്ല, അവയ്ക്ക് ദേ ഹാവ് നോ ഡെഫിനിറ്റ് വോളിയം ആൻഡ് ഷേപ്പ്. അതായത് ഷേപ്പോ അല്ലെങ്കിൽ ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്ത അവസ്ഥയാണ് ഏത് പറയുന്നത്, വാതകാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ദ്രാവകാവസ്ഥയാണെങ്കിൽ അവയ്ക്ക് നിശ്ചിത വ്യാപ്തമുണ്ട്, പക്ഷെ എന്തില്ല, നിശ്ചിതമായ ഡെഫിനിറ്റ് എന്തില്ല, ഷേപ്പില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിശ്ചിതമായ എന്താണ് വോളിയം ഇല്ലാത്ത ഒരേ ഒരു അവസ്ഥയുള്ള ഇത് വാതകാവസ്ഥ അഥവാ ഗേഷ്യസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാൻ കാരണം അതും എന്ത് തന്നെയാണ്, നിങ്ങൾ പഠിച്ച് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ആ മോളിക്കുലർ അറേഞ്ച്മെന്റ് തന്നെയാണ് അല്ലേ. അതായത് വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ അവയ്ക്ക് തന്മാത്രയുടെ ക്രമീകരണം അഥവാ മോളിക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഓരോ മോളിക്യൂൾസ് തമ്മിൽ അകലം എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. അങ്ങനെ അകലം കൂടുമ്പോൾ എന്ത് പറ്റും, തന്മാത്രമുള്ള പരസ്പര ആകർഷണം വളരെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അവയ്ക്ക് സ്വതന്ത്രമായിട്ട് ചലിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. ചലനം മൂലം ഉണ്ടാകുന്ന എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം. ഇപ്പൊ ചലനം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം. അപ്പം ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി എവിടെയാണ് കൂടുതൽ, വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് ഗേഷ്യസുള്ള സബ്സ്റ്റൻസിന് കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇവ സ്വതന്ത്രമായിട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും, ഇവ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്തിന് കാരണം, അവയ്ക്ക് ഡെഫിനിറ്റ് ആയ വോളിയം ഇല്ലാത്തതിന് കാരണം. നമ്മൾ ഏത് കണ്ടെയ്നർ എടുത്തു വയ്ക്കുന്നു അതിന്റെ വോളിയം തന്നെ ആയിരിക്കും ഗേഷ്യസുള്ള വസ്തുവിന്റെ എപ്പോഴും വോളിയം. അതായത് ഒരു 5 ലിറ്റർ വോളിയമുള്ള ഒരു കണ്ടെയ്നർ എടുത്തു വെച്ചാൽ ആ ഗ്യാസിന്റെ വോളിയം 5 ലിറ്റർ തന്നെ ആയിരിക്കും. അതായത് 5 ലിറ്റർ തന്നെ വോളിയം ആവശ്യമായിട്ട് വരും അതിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട്, അതിന് സ്ഥിതി ചെയ്യാനായിട്ട്. അതിനെ നമ്മൾ 3 ലിറ്റർ ഒരു വോളിയമുള്ള ഒരു കണ്ടെയ്നറിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും, 3 ലിറ്റർ ആയിട്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എത്ര വോളിയമുള്ള കണ്ടെയ്നറിലാണോ ഗ്യാസ് എടുത്തു വയ്ക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയം എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും ഒരു ഗേഷ്യസ് സെല്ലുലാർ സബ്സ്റ്റൻസിന്റെ വോളിയം എന്ന് പറയുന്നത്. പക്ഷേ സോളിഡിനും ലിക്വിഡിനും ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, നിശ്ചിതമായ എന്തുണ്ടായിരിക്കും, വ്യാപ്തമുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താണ് ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നമ്മൾ എനർജിയുടെ കാര്യം നോക്കുമ്പം ഏറ്റവും ഊർജം കൂടിയ അവസ്ഥയാണ് ഇത് പറയുന്നത് വാതകാവസ്ഥ എന്ന് പറയുന്നത്. അതിനേക്കാൾ ഊർജം കുറഞ്ഞ അവസ്ഥയാണ് ദ്രാവകാവസ്ഥ അഥവാ ലിക്വിഡ് സ്റ്റേറ്റ്. ഏറ്റവും ഊർജം കുറഞ്ഞ അവസ്ഥയാണ് ഏത്, സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥ. എന്ന് വെച്ചാൽ ഇവയ്ക്ക് ഈ മോളിക്യൂൾസിൽ പരസ്പരമായ ഫോഴ്സ് എന്താണ് തന്മാത്രമുള്ള ആകർഷണബലം വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം എന്ന് പറയുന്നത് ഖരാവസ്ഥയിൽ ഏറ്റവും കുറവും ദ്രാവകാവസ്ഥയിൽ ഖരാവസ്ഥയെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വാതകാവസ്ഥയിൽ ഏറ്റവും കൂടുതലാണ്. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്, അതായത് വാതകാവസ്ഥയിലെ പദാർത്ഥങ്ങളാണ് വ്യാപിക്കാനുള്ള കഴിവ് വളരെ കൂടുതൽ എന്ന് പറയും അല്ലെ. എന്താണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ അവിടെ പഠിച്ചതാണ് അല്ലെ. ഒരു ചന്ദനത്തിരി നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്, അതിനെ കത്തിക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും, ഒരു ഗന്ധമുണ്ട്, പക്ഷേ ഇത് കുറച്ച് നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അനുഭവപ്പെടുത്തുള്ളൂ. പക്ഷെ അത് കത്തിക്കുകയാണെങ്കിൽ ആ ഗന്ധം ആ റൂമിൽ മൊത്തം അല്ലെ അല്ലെങ്കിൽ ആ പ്രദേശം മൊത്തം എന്ത് ചെയ്യും, അത് വ്യാപിക്കാറുണ്ട്. അതിന് കാരണം എന്താണ്, നമ്മൾ കത്തിക്കുന്ന സമയത്ത് എന്ത് പറ്റും, അതിന്റെ മോളിക്യൂൾസ് എല്ലാം ഏത് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്, അതായത് വാതകാവസ്ഥയിലോട്ട് മാറുകയാണ്. വാതകാവസ്ഥയിലുള്ള തന്മാത്രകൾക്ക് വ്യാപിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രമാത്രം. അതായത് ഈ 3 അവസ്ഥകളിലും നമുക്ക് ഇത്തവണ പഠിക്കേണ്ടത് വാതകാവസ്ഥയെ പറ്റി മാത്രമാണ്. അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് ഗേഷ്യസ് ലാ ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. അപ്പം ചാപ്റ്ററിന്റെ പേര് എന്ന പോലെ ചാപ്റ്ററിന് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗം പഠിക്കേണ്ടത് ഗേഷ്യസ് ലാ അഥവാ വാതക നിയമങ്ങൾ, രണ്ടാമത്തെ ഭാഗം പഠിക്കേണ്ടത് മോൾ കൺസെപ്റ്റ് അഥവാ മോൾ സങ്കല്പനം.
അപ്പോൾ നമ്മൾ ഗേഷ്യസ് ലാ പഠിക്കുമ്പോൾ ആ അവസ്ഥയെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റി നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ? ഒന്ന് അല്ലെ, എന്താണ് നോട്ട് റിജിഡ് ആണ്, എന്താണ് കട്ടിയില്ലാത്തവയാണ്. അതുപോലെ തന്നെ ദേ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, എന്തില്ല അവയ്ക്ക് നിശ്ചിതമായ ആകൃതിയില്ല. ദേ ഹാവ് നോ ഡെഫിനിറ്റ് വോളിയം, അവയ്ക്ക് എന്തില്ല നിശ്ചിതമായ വ്യാപ്തവുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും എനർജി കൂടിയ സ്റ്റേറ്റിലെ ഊർജ്ജം ഏറ്റവും കൂടിയ അവസ്ഥയാണെന്ന് പറയുന്നത് ഈ വാതകാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ, വ്യാപന സ്വഭാവം ഏറ്റവും കൂടിയ അവസ്ഥയാണ് ഇത് പറയുന്നത് ഈ വാതകാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് 3 അവസ്ഥകളും അല്ലെ 3 സ്റ്റേറ്റുകളും അവയുടെ മോളിക്കുലർ അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു മനസ്സിലാക്കി അല്ലേ. തന്മാത്ര ക്രമീകരണമൊക്കെ എങ്ങനെയാണെന്ന് എന്ത് ചെയ്തു 3 അവസ്ഥകളുടെയും എന്ത് ചെയ്തു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലോട്ട് പോവാം. ഗ്യാസ് ലാസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ടെക്സ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ചിത്രമുണ്ട് അല്ലേ, ഒരു സ്കൂളിൻ്റെ ചിത്രമാണ്. മോഡൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ ചിത്രമുണ്ട്. ആ ചിത്രം നോക്കുമ്പോൾ അറിയാം ആ സ്കൂളിൽ എന്തോ പ്രോഗ്രാം നടക്കുകയാണ് അല്ലെ, എന്തോ ആഘോഷം നടക്കുകയാണ്. ആ ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയുണ്ട് ആ ചിത്രത്തിനകത്ത് അല്ലേ. അതായത് കുറേയധികം ബലൂണുകളുണ്ട് അല്ലെ, വിവിധ വാതകങ്ങൾ നിറച്ച ഓക്സിജൻ, നൈട്രജൻ, അമോണിയ, ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വ്യത്യസ്ത വാതകങ്ങൾ നിറച്ച വ്യത്യസ്ത നിറമുള്ള ബലൂണുകൾ അവിടെ കാണപ്പെടാം. അതുപോലെ തന്നെ ഒരു ബാനർ അവിടെയുണ്ട്. ആ ബാനറിൽ നിന്ന് മനസ്സിലാക്കാം അവിടെ എന്ത് ആഘോഷമാണ് നടക്കുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ലോക മോൾ ദിനം ഒക്ടോബർ 23. ഓക്കെ, അപ്പം എന്താണ് ലോക മോൾ ദിനം, മോൾ ദിനാചരണമാണ് എന്ത് ചെയ്യുന്നത് ആ സ്കൂളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബോർഡുകൾ അവിടെയുണ്ട്. 22.4 ലിറ്റർ, 1 മോൾ 6:6.022 × 10⁻23 GAM, ഗ്രാം അറ്റോമിക മാസ് എന്നുള്ള വ്യത്യസ്തങ്ങളായ കുറേയധികം ബോർഡുകൾ എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണപ്പെടാം. അപ്പോൾ ഈ മോൾ ദിനവുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചില ബോർഡുകളാണ് അവിടെ കാണപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് മോൾ എന്നും എന്താണ് GAM എന്നും അതുപോലെ തന്നെ 22.4 ലിറ്റർ എന്ന് പറയുന്ന ആ വോളിയം അല്ലെ അത് ഈ ചാപ്റ്ററുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റി എന്ത് ചെയ്യും നമ്മൾ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം പറയുകയുണ്ടായി ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൻ്റെ പേരിൽ എന്ന പോലെ 2 ഭാഗങ്ങളാണ്. ആദ്യ ഭാഗം ഗ്യാസ് ലാസ് എന്ന് പറയുന്നൊരു ഭാഗം, രണ്ടാമത്തെ ഭാഗം മോൾ കൺസെപ്റ്റ്. അതായത് ആദ്യ ഭാഗം വാതക നിയമങ്ങൾ, രണ്ടാമത്തെ ഭാഗം മോൾ സങ്കല്പൻ. അപ്പോൾ നമുക്ക് ആദ്യ ഭാഗത്തോട്ട് പോകാം. ഗ്യാസ് ലാസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ലാസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്താണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, വാതകങ്ങളെ പറ്റി എന്ത് ചെയ്യണം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ മുതലേ നിങ്ങൾ എന്തത് പഠിച്ചു വന്നതാണ്. ഓക്കെ, 3 അവസ്ഥകളും അവയുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിച്ചു. എങ്കിലും നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് വാതകങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് ചുറ്റും വ്യത്യസ്തങ്ങളായ വാതകങ്ങളുണ്ട്, നിറമുള്ളതും നിറമില്ലാത്തതുമായ അല്ലേ. അതായത് കളേർഡ് ആയതും കളർലെസ്സുമായതുള്ള വ്യത്യസ്തങ്ങളായ വാതകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓർഡറും ഓർഡർലെസ്സുമായ ഗന്ധമുള്ളതും ഗന്ധമില്ലാത്തതുമായ വ്യത്യസ്തങ്ങളായ വാതകങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമുക്ക് ഈ നിറമില്ലാത്തതും അതുപോലെ തന്നെ ഗന്ധമില്ലാത്തതുമായ വാതകങ്ങൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് അവിടെ ഉണ്ട് എന്ന് എന്ത് ചെയ്യത്തില്ല, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഉദാഹരണത്തിന് ഒരു വാതകത്തിൻ്റെ സ്വാധീനം നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? എക്സാമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഫാൻ അല്ലേ, ഫാൻ റെഗുലേറ്റർ എന്ത് ചെയ്യണം, ഒന്ന് സ്പീഡ് കൂട്ടി നോക്കുക. ആ സ്പീഡ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു അനുഭവപ്പെടുന്നുണ്ട്, വാതകത്തിൻ്റെ ഒരു ഫീൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ചുറ്റും എന്തുണ്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാതകങ്ങളുണ്ട്. ഓക്കെ, നിറമുള്ളതും നിറമില്ലാത്തതുമായ വ്യത്യസ്തങ്ങളായ വാതകങ്ങളുണ്ട്. അപ്പോൾ അവയുടെ സ്വഭാവങ്ങളും അവയെ പറ്റിയുള്ള നിയമങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ചാപ്റ്റർ ആദ്യ ഭാഗത്ത് കുറച്ച് വാതകങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കി പോവുക. ഫസ്റ്റ് നോക്കണം, ഫസ്റ്റ് പോയിന്റ് ആണ് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. അതായത് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. അതായത് ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. The molecule of gas are in state of rapid random motion in all direction. അതായത്
വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നിരന്തരം ചലിക്കാൻ കാരണം? അതായത് നമ്മൾ പഠിച്ചതാണ് അല്ലേ, വാതകാവസ്ഥയിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള പരസ്പരമായ ആകർഷണം, അത് ബലം, അതായത് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നവ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ചലിക്കാൻ കാരണം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിന്റ് നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ദ റാൻഡം മോഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ, they collide with each other and also collide with the walls of the container in which it is kept. This collision with the walls account for the pressure of a gas. അതായത് ക്രമരഹിതമായ ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു, വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും ചെന്നിടിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഫലമായി വാതകമർദ്ദം അനുഭവപ്പെടും അല്ലെ. അതായത് ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട്, അതായത് ഇവ സ്വതന്ത്രമായി ചലിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് പറ്റും, ഇവ നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ട് ഗ്യാസ് നിറച്ചു വച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ വാൾസിൽ അല്ലെ, ഭിത്തികളിൽ വന്ന് എന്ത് ചെയ്യാം, ഇടിക്കാം അല്ലെ. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഒരു വാതകമർദ്ദം അഥവാ ഒരു പ്രഷർ എന്ത് ചെയ്യാം അവിടെ അനുഭവപ്പെടാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിന്റ് നോക്കാം. As the collision of molecules are perfectly elastic in nature, there is no loss of energy. അതായത് ഇങ്ങനെ കൊളിഷൻ നടക്കുകയാണ് അല്ലെ, അപ്പോൾ വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തികമാണ്. ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഇവ ഊർജ്ജ നഷ്ടം എന്ത് ചെയ്യത്തില്ല, ഇവിടെ സംഭവിക്കാറില്ല. ഓക്കെ, അതായത് ഇവ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ എന്ത് പറ്റും, ആ കൂട്ടിയിടി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇലാസ്തികമായ കൂട്ടിയിടിയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, അവിടെ എനർജി ലോസ് എന്ത് ചെയ്യത്തില്ല, അവിടെ സംഭവിക്കാറില്ല. ഓക്കെ, അടുത്ത പോയിട്ട് നോക്കാം. there is no attraction between gas molecules and with the walls of the container. ഓക്കെ, അതായത് വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിന്റെ ഭിത്തികളും തമ്മിൽ എന്ത് ചെയ്യില്ല, ഒരു ആകർഷണ ബലം എന്ത് ചെയ്യത്തില്ല അവിടെ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ഇത്രയുമാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നമുക്കിനി ചാപ്റ്ററിലോട്ട് കിടക്കാം. ഗേഷ്യസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ്. അതിൽ പ്രധാനമായിട്ടും ഒരു ഗേഷ്യസിലുള്ള വസ്തുവിനെ അല്ലെ, വാതകാവസ്ഥയിലുള്ള വസ്തുവിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഒന്ന് വോളിയം. ഓക്കെ, വോളിയം അഥവാ വ്യാപ്തം. ഓക്കെ, രണ്ട് പ്രഷർ അഥവാ മർദ്ദം. മൂന്ന് ടെമ്പറേച്ചർ. ഓക്കെ, എന്താണ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എന്താണ് തന്മാത്രകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാം വോളിയം. നമ്മൾ വോളിയം എന്താണ് അഥവാ വ്യാപ്തം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് വ്യാപ്തം എന്ന് പറയുന്നത്? സ്പേസ് ഒക്കുപൈഡ് ബൈ എ സബ്സ്റ്റൻസ് അല്ലെ. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ നമ്മൾ എന്ത് പഠിച്ചു, അതാണ് വ്യാപ്തം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ യൂണിറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. വോളിയത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, മീറ്റർ ക്യൂബ് എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാൾ ചെറിയ യൂണിറ്റ് ഉണ്ട്, സെന്റിമീറ്റർ ക്യൂബ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മില്ലി ലിറ്റർ, അതുപോലെ തന്നെ ലിറ്റർ, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം വ്യാപ്തത്തിന്റെ യൂണിറ്റുകളാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതായത് 1 സെന്റിമീറ്റർ ക്യൂബാണ് 1 ml എന്ന് പറയുന്നതാണ്. 1 സെന്റിമീറ്റർ ക്യൂബാണ് 1 ml. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ 1000 ml ആയിരിക്കും 1 ലിറ്റർ എന്ന് വെച്ചാൽ എന്താണ്, 1000 ml ആണ് 1 ലിറ്റർ. ഇതെല്ലാം നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് നോക്കാം വ്യാപ്തം അഥവാ വോളിയം. നമ്മളിവിടെ പഠിക്കേണ്ടത് ഗേഷ്യസുള്ള വസ്തുവിന്റെ അല്ലെങ്കിൽ വാതകാവസ്ഥയുള്ള വസ്തുക്കളുടെ വോളിയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വാതകാവസ്ഥയുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഗേഷ്യസുള്ള സബ്സ്റ്റൻസുകൾക്ക് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കത്തില്ല അല്ലേ. അത് സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ സിലിണ്ടർ ഏതാണോ അതിന്റെ വോളിയം എന്താണോ അതായിരിക്കും എന്താണ് ആ ഗേഷ്യസുള്ള വസ്തുവിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്കുപൈസ്. അതായത് ഒരു വാതകം സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നറിന്റെ വോളിയം അല്ലെങ്കിൽ അത് എന്താണ് സ്ഥിതി ചെയ്യുന്ന സിലിണ്ടറിന്റെ വോളിയം എന്താണോ അത് തന്നെ ആയിരിക്കും ആ വാതകാവസ്ഥയുള്ള വസ്തുവിന്റെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് 2 സിലിണ്ടറുകളുണ്ട്. ഓക്കെ, ഇത് ഒരു സിലിണ്ടർ ആണ്. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് ഒരു 2 ലിറ്റർ ആണ്. 2 ലിറ്റർ വോളിയം ഉള്ള ഒരു സിലിണ്ടറാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്തു, ഞാൻ ഒരു നിശ്ചിത ഗ്യാസിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നു. എങ്കിൽ പറയാം ഈ ഗ്യാസിന്റെ വോളിയം എത്രയായിരിക്കും, ഈ സിലിണ്ടറിന്റെ വോളിയം എത്രയാണ്, 2 ലിറ്റർ ആണ് എങ്കിൽ അത് തന്നെയായിരിക്കും ഈ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് ഗ്യാസിന്റെ വോളിയം എത്രയാണ്, 2 ലിറ്റർ തന്നെയാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു സിലിണ്ടറിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഇതിനെ മാറ്റുകയാണ്. ഞാൻ ഈ ഗ്യാസിനെ ഈ സിലിണ്ടറിലോട്ട് മാറ്റി. കുറച്ചുകൂടി വലിയ സിലിണ്ടറാണ്,
അതായത് കുറച്ചുകൂടി വോളിയം കൂടിയ സിലിണ്ടർ ആണ്. ഇതിന്റെ വോളിയം എന്ന് വെച്ചാൽ ഒരു 4 ലിറ്റർ വോളിയമുള്ള സിലിണ്ടർ നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, അതിനുശേഷം ഇതിന്റെ വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് 4 ലിറ്റർ തന്നെ സ്പേസ് എടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു 2 ലിറ്റർ വോളിയമുള്ള ഗ്യാസിനെ നമ്മൾ 4 ലിറ്റർ സിലിണ്ടറോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോളിയം എന്തായിട്ട് വർദ്ധിക്കും? 4 ലിറ്റർ ആയിട്ട് വർദ്ധിക്കും. ഓക്കെ, ഇതിനെ വീണ്ടും ഒരു 5 ലിറ്റർ ട്രാൻസ്ഫർ ചെയ്താൽ ആ ഗ്യാസിന്റെ വോളിയം എന്തായിരിക്കും? 5 ലിറ്റർ തന്നെയായിരിക്കും. അപ്പോൾ എപ്പോഴും ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ആ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന സിലിണ്ടറിന്റെ വോളിയം എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും ആ ഗ്യാസ് വസ്തുവിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഫാക്ടറാണ് പ്രഷർ അഥവാ മർദ്ദം. ഓക്കെ, എന്താണ് പ്രഷർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ഫിസിക്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഗ്യാസിലുള്ള മോളിക്യൂൾസുകളാണ്. ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസിലുള്ള വസ്തു എടുത്ത് വെച്ചിരിക്കുകയാണ്, ഒരു വാതകം നിറച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവയുള്ള ഓരോ മോളിക്യൂൾസുകളാണ്. നമുക്കറിയാം വാതകാവസ്ഥയിലുള്ള തന്മാത്രകൾക്ക് പരസ്പരമായ ആകർഷണബലം, അതായത് ഇന്റർ മോളിക്കുലർ ഫോഴ്സ് അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു അടച്ചു വച്ചിരിക്കുന്ന സിലിണ്ടറിനകത്ത് എന്ത് പറ്റും? ഈ മോളിക്യൂൾസ് എല്ലാം ഇതിനകത്ത് ക്രമരഹിതമായ അല്ലെങ്കിൽ ഇറഗുലറായിട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതിന്റെ ഫലമായിട്ട് ഈ മോളിക്യൂൾസ് ഇവയുടെ വാൾസിൽ വന്ന് ഇവയുടെ ഈ പ്രതലങ്ങളിൽ വന്ന് കൊളൈഡ് ചെയ്യാം. മോളിക്യൂൾസ് തമ്മിലും കൊളിഷൻ നടക്കും. അതുപോലെ തന്നെ ഈ മോളിക്യൂൾസ് വാൾസിലും വന്ന് ഇതിൽ കൊളൈഡ് ചെയ്യാം. അതിന്റെ ഫലമായിട്ട് ഇവരുടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അത് അനുഭവപ്പെടുത്തും. എവിടെയാണ് അനുഭവപ്പെടുന്നത്? അതിന്റെ ആ സിലിണ്ടറിന്റെ പ്രതലങ്ങളിൽ ഒരു ഫോഴ്സ് അവിടെ ഒരു ബലം അവിടെ ചെലുത്താൻ ഇടയാകും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം, ഈ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ഈ വാതകങ്ങളുടെ അല്ലെങ്കിൽ ഈ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന ആ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ത് തന്നെയായിരിക്കുമോ അത് തന്നെയായിരിക്കും ആ ഗേഷ്യസിലുള്ള അല്ലെങ്കിൽ വാതകാവസ്ഥയുടെ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മർദ്ദം നമുക്കിവിടെ എങ്ങനെ കണക്കാക്കാൻ പറ്റും? അതായത് ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് അല്ലെ, എഫ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ അല്ലെ, സർഫസ് ഏരിയ ഇതാണെന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രഷർ P ഈക്വൽ ടു F ബൈ A. ഓക്കെ, എന്താണ് എഫ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ്, അതായത് പ്രതലത്തിന് അനുഭവപ്പെട്ട ആകെ ഫോഴ്സ് അല്ലെ ആകെ ബലം ഡിവൈഡ് ബൈ സർഫസ് ഏരിയ അഥവാ പ്രതല വിസ്തീർണം. നമ്മളിവിടെ പ്രഷർ കണക്കാക്കാനായിട്ട് നിങ്ങൾ അവിടെ കുറേയധികം യൂണിറ്റുകൾ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചു, പാസ്കൽ പഠിച്ചു, ബാർ പഠിച്ചു. പക്ഷെ നമുക്കിവിടെ ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ATM. ATM മീൻസ് അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷ മർദ്ദം. ATM എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മാൾ ലെറ്റർ A, സ്മാൾ ലെറ്റർ T, സ്മാൾ ലെറ്റർ M. ATM. ATM മീൻസ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇനി മൂന്നാമതൊരു ഫാക്ടർ ഉണ്ട്. മൂന്നാമത്തെ ഫാക്ടർ ആണ് ടെമ്പറേച്ചർ. ഇതാണ് ടെമ്പറേച്ചർ. ഇതെല്ലാം ഗേഷ്യസ് മോളിക്യൂൾസ് ആണ്. ഇവയെല്ലാം എന്തായിരിക്കും? ഫ്രീ മൂവ്മെന്റ് ആയിരിക്കും അല്ലെ, അതായത് ഇവ സ്വതന്ത്രമായിട്ട് ചലിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അതിന്റെ ഫലമായിട്ട് ഈ ഓരോ മോളിക്യൂൾസ് എന്നുണ്ടായിരിക്കും കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നു ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ മോളിക്യൂൾസ് കൈനറ്റിക് E1 ആയിട്ട് എടുത്തു, ഈ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി E2, ഈ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി E3, ഈ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി E4, ഈ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി E5 അല്ലെ, കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം. ഓരോ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. ഇവ ഫ്രീ മൂവ്മെന്റ് കൂടുതലാണ്, സ്വതന്ത്രമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഉണ്ട് ഓരോ മോളിക്യൂൾസിനും. ആ ഓരോ മോളിക്യൂൾസിനും ഡിഫറെന്റ് കൈനറ്റിക് എനർജി ഞാൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. E1, E2, E3, E4, E5. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി എങ്ങനെ കിട്ടും? ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4 പ്ലസ് E5 എന്ന് കിട്ടും അല്ലെ. E3 പ്ലസ് E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4 പ്ലസ് E5. ഈ ടോട്ടൽ കൈനറ്റിക് എനർജി ഒരു സബ്സ്റ്റൻസിനകത്തുള്ള മോളിക്യൂൾസിന്റെ എല്ലാം ടോട്ടൽ കൈനറ്റിക് എനർജി നമ്മൾ പറയും, അതാണ് ഹീറ്റ് എന്ന് പറയും. പഠിച്ചതാണ് ഹീറ്റ്. ഇപ്പൊ നമ്മളിവിടെ പഠിച്ചതാണ് ഹീറ്റ് എന്താണ്? ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെ, ഒരു പദാർത്ഥത്തിനകത്തടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസുകളുടെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തെ അല്ലെങ്കിൽ ആകെ കൈനറ്റിക് എനർജി നമ്മൾ എന്ത് പറയും? അതിനെ ഹീറ്റ് എന്ന് പറയും. എങ്കിൽ നമുക്കിവിടെ വേണ്ടത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. എന്താണ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി അല്ലെ. ടെമ്പറേച്ചർ ഈസ് ദ
ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്, അതായത് ഒരു തന്മാത്രയ്ക്ക് ഒരു പദാർത്ഥത്തിനകത്തുള്ള മോളിക്യൂളുകളുടെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തെ നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ എങ്ങനെ കാണാൻ പറ്റും? ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്? E1 + E2 + E3 + E4 + E5 ആണ് അല്ലേ? എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 മോളിക്യൂൾസ് ഉണ്ട്. അപ്പം E1 + E2 + E3 + E4 + E5 ഹോൾ ഡിവൈഡ് ബൈ 5 ആയിരിക്കും തോന്നുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറയുന്നത്. ഓക്കെ, താപനില അളക്കാനായിട്ട് വ്യത്യസ്തമായ സ്കെയിലുകളുണ്ട്. നിങ്ങൾ തെർമോമീറ്ററുകൾ അല്ലേ, അതായത് നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിലുള്ള യൂണിറ്റ് പഠിച്ചു, ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ പഠിച്ചതാണ്, ഡിഗ്രി ഫാരൻഹീറ്റ് പഠിച്ചു, അതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ അല്ലേ, എന്താണ് കെൽവിൻ സ്കെയിൽ. ഓക്കെ, അപ്പൊ കെൽവിൻ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ ആണ് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ, കെൽവിൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കെൽവിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കെൽവിൻ ടെമ്പറേച്ചറുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്കിനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ്? ഒന്ന് വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ മൂന്നാമതെന്നാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. നമുക്കറിയാം മോളിക്യൂൾസിന്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? വോളിയം കൂടാം അല്ലേ, അതുപോലെ തന്നെ പ്രഷർ കൂടാം. അപ്പം എന്താണ് ഈ 4 ഫാക്ടറുകൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾസ്, വ്യാപ്തം, മർദ്ദം, താപനില, അതുപോലെ തന്നെ തന്മാത്രകളുടെ എണ്ണം. ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിയമങ്ങളെ നമ്മൾ പൊതുവെ പറഞ്ഞ പേരാണ് ഗ്യാസ് ലാസ് അഥവാ വാതക നിയമങ്ങൾ എന്ന് വിളിക്കും. എന്താണ്? വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെ, വ്യാപ്തം, മർദ്ദം, താപനില, തന്മാത്രകളുടെ എണ്ണം. ഇവയെ തമ്മിൽ പരസ്പരം റിലേറ്റ് ചെയ്യുന്ന നിയമങ്ങളെ നമ്മൾ പൊതുവെ പറയുന്ന ഇവരാണ് വാതക നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് വാതക നിയമങ്ങൾ? നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ 3 വാതക നിയമങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 3 വാതക നിയമങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. ആ 3 വാതക നിയമങ്ങളാണ് ഒന്ന് ആദ്യ വാതക നിയമം. ഓക്കെ, അതായത് ബോയിൽ നിയമം, ബോയിൽ നിയമം അഥവാ ബോയിൽസ് ലാ, ബോയിൽ നിയമം അഥവാ ബോയിൽസ് ലാ. രണ്ടാമത് പഠിക്കണം ചാൾസ് നിയമം, ചാൾസ് നിയമം. ബോയിൽ, ചാൾസ് എന്ന് കേട്ടാൽ നോക്കുക, അതെല്ലാം സയന്റിസ്റ്റുകളുടെ പേരാണ്. ബോയിൽ നിയമം, ബോയിൽസ് ലാ, ചാൾസ് നിയമം അഥവാ ചാൾസ് ലാ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നിയമം പഠിക്കാനുണ്ട്, അതാണ് അവഗാഡ്രോ നിയമം അഥവാ അവഗാഡ്രോസ് ലാ ഒക്കെയാണ് ബോയിൽ നിയമം അഥവാ ബോയിൽസ് ലാ, ചാൾസ് നിയമം അഥവാ ചാൾസ് ലാ, അവഗാഡ്രോസ് നിയമം അഥവാ അവഗാഡ്രോസ് ലാ. ഈ 3 നിയമങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ ആദ്യ ഭാഗത്ത് പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പഴയ ടെസ്റ്റുകളിലൊക്കെ ഈ നിയമങ്ങളും അവയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഓരോ നിയമവുമായി ബന്ധപ്പെട്ട കെമിക്കൽ ഇക്വേഷൻസുകൾ എന്നാണ് സമവാക്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്തവണ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ഈ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അവയുടെ ഓരോ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ലാസുകളുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുകൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ നിയമങ്ങൾ നിങ്ങൾ പല സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിയമങ്ങൾ ഓരോന്നും അനുഭവപ്പെടാറുണ്ട്. ആ സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത്രമാത്രം എന്ത് ചെയ്യണം? പഠിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നിയമം പഠിക്കാം, ബോയിൽസ് ലാ അഥവാ ബോയിൽ നിയമം. ഓക്കെ, ഞാനിവിടെ ഒരു സിലിണ്ടർ എടുക്കുകയാണ്. സിലിണ്ടറിനകത്ത് ഞാനൊരു ഫിക്സഡ് എമൗണ്ട് ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത മാസമുള്ള ഗ്യാസ് ഇതിനകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ സിലിണ്ടറിന്റെ മുകളിലായിട്ട് ഒരു മൂവബിൾ പിസ്റ്റൺ അല്ലെ, ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? മുകളിലോട്ടും താഴോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ചലിപ്പിക്കാൻ കഴിയും. ഓക്കെ, ആദ്യ പിസ്റ്റൺ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യുന്നു, നിശ്ചിത വാതകത്തിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ പരീക്ഷ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പരീക്ഷണ സമയത്ത് ഞാനിവിടുത്തെ ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ ടി എന്ത് ചെയ്ത് ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്.
ഇവിടുത്തെ താപനില എന്താണ്? സ്ഥിരമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു പരീക്ഷ നടത്തുമ്പോൾ അവിടുത്തെ ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, മാറ്റം വരത്തില്ല അല്ലേ. എന്താണ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊന്നും വളരെ അധികം എന്ത് ചെയ്തിട്ടുണ്ടാ ചേഞ്ച് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ഒരു നിശ്ചിത അളവിലുള്ള വാതകം എന്ത് ചെയ്തു, ഒരു സിലിണ്ടറിനകത്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ഈ വാതകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് പിസ്റ്റൺ ഇതുവരെ വന്ന് നിൽക്കുകയാണ്. 4 ലിറ്റർ ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയും സ്ഥലം വേണ്ടി വന്നു ഇതിന് സ്ഥിതി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നതിന് അധികമായിട്ട് ബലമൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അന്തരീക്ഷ മർദ്ദം തന്നെയാണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ് ഇവിടുത്തെ എന്ത് പറയുന്നത്. ഇവിടെ ഈ വാതകത്തിന് മേൽ ആര് പ്രയോഗിക്കുന്നത്? ഈ പിസ്റ്റൺ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അന്തരീക്ഷ മർദ്ദം തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നു എന്താണ്, ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, പിടിച്ച് മുകളിൽ നിന്നും താഴോട്ട് പിടിച്ച് അമർത്തുകയാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഞാൻ മർദ്ദം കൊടുക്കുകയാണ്, ഞാൻ അമിതമായിട്ട് ബലം കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ മർദ്ദം ഞാൻ കൂട്ടുകയാണ്. മർദ്ദം കൂട്ടുമ്പോൾ എന്ത് പറ്റും? ഈ പിസ്റ്റൺ എന്ത് പറ്റും? താഴോട്ട് അമർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ അമർന്ന് വന്നതാ ഈ 2 ലിറ്റർ എന്ന് പറയുന്ന പോയിന്റ് വരെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ആദ്യം എന്ത് ചെയ്തു, വാതകം എടുത്തു, അതിലോട്ട് എന്ത് ചെയ്തു, ഞാൻ പിസ്റ്റണിലോട്ട് എന്ത് ചെയ്തു, ഞാൻ മർദ്ദം കൊടുക്കുകയാണ്. അതായത് ഞാൻ മർദ്ദം കൂട്ടുകയാണ്. മർദ്ദം കൂട്ടുമ്പോൾ എന്ത് പറ്റും? പിസ്റ്റൺ താഴോട്ട് അമർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. താഴോട്ട് അമർന്ന് വരിക എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഉറപ്പിച്ച് നിർത്തുകയാണ്. അപ്പം ഈ പരീക്ഷ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് മർദ്ദം കൂട്ടുമ്പോൾ ആദ്യ പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് അല്ലേ 4 ലിറ്റർ വ്യാപ്തം ഉണ്ടായിരുന്നു ഈ വാതകത്തിന്. പക്ഷെ മർദ്ദം കൂട്ടിയപ്പോൾ എന്ത് പറ്റി? വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 4 ലിറ്റർ ആയിട്ട് എന്ത് ചെയ്തു? വ്യാപ്തം കുറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മർദ്ദം കൂട്ടുമ്പോൾ എന്ത് പറ്റും? വ്യാപ്തം കുറയും. അപ്പോൾ മർദ്ദവും വ്യാപ്തവും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, അതായത് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ അല്ലേ, വോളിയം പ്രഷർ റിലേഷനാണ് പൊതുവെ നമ്മൾ എന്ത് പറയുന്നത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? മർദ്ദം കൂട്ടുമ്പോൾ വ്യാപ്തം കുറയുന്നത്, അതായത് ഒന്ന് കൂട്ടുമ്പോൾ ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് പറയാം ഇവ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഇവ തമ്മിൽ പരസ്പരം വിപരീത അനുപാതത്തിലാണെന്ന് പറയാം, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഓക്കെ, ഞാൻ ഇവിടെ എടുത്ത കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അപ്പം സ്ഥിര താപനിലയിൽ നിശ്ചിതമാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് എപ്പോഴും എന്തായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും അല്ലെ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the volume of a fixed mass of gas is inversely proportional to pressure. ഈ നിയമത്തെ നമ്മൾ പൊതുവെ പറയും ബോയിൽസ് നിയമം അഥവാ ബോയിൽസ് ലാ എന്നറിയപ്പെടും. അപ്പോൾ നമുക്കിവിടെ മാത്തമാറ്റിക്കലി ഗണിതപരമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V is directly proportional to 1/P എന്ന് എഴുതാം അല്ലേ. V is directly proportional to 1/P എന്ന് എഴുതാം. എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? ഞാൻ മാസിൽ മാറ്റം വരുത്തിയില്ലല്ലോ, മാസ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതായത് സ്ഥിര താപനിലയിൽ നിശ്ചിതമാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. എങ്കിൽ നോക്കുക, ഞാൻ ഈ സമവാക്യത്തിൽ ഈ പ്രൊപ്പോർഷൻ മാറ്റാൻ പോവുകയാണ് അല്ലേ. അനുപാത ചിഹ്നം മാറ്റാൻ എന്ത് ചെയ്യും? നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യും? ഗുണിക്കേണ്ടി വരും. ഞാൻ പറയുന്നു V ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതായത് ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/P എന്ന് എഴുതാം അല്ലേ. V സമം ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/P. ഇതിൽ നിന്ന് ആ സ്ഥിരസംഖ്യ നമ്മൾ കണ്ടെത്താൻ പറ്റും. എങ്ങനെ കണ്ടെത്താം? V ഇൻറ്റു P ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. V ഇൻറ്റു P ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നല്ലേ. V ഇൻറ്റു P ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് എപ്പോഴും ഒരു വാതകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തവും സ്ഥിര താപനിലയിൽ അതിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ഗുണിതഫലം എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ഒരു സ്ഥിരസംഖ്യ തന്നെയായിരിക്കും. ഇതാണ് ബോയിൽ നിയമം പറയുന്നത്. ഓക്കെ, അതായത് ഞാനിവിടെ 1 atm മർദ്ദം കൊടുത്തു. 1 atm മർദ്ദം കൊടുത്തപ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4 ലിറ്റർ ആയിരുന്നു അല്ലേ. ഇവിടുത്തെ മർദ്ദം എന്ന് വെച്ചാൽ P എന്ന് വെച്ചാൽ എന്താണ്? 1 atm ആണ്. അതായത് P1 1 atm.
അവിടുത്തെ വോളിയം ഞാൻ എന്ത് ചെയ്തു V1 ആയിട്ട് എടുത്തു. എത്രയാണ് 4 ലിറ്റർ എങ്കിൽ P1 ഇൻറ്റു V1 എത്ര കിട്ടും? എന്താണ് P1 ഇൻറ്റു V1 ഈക്വൽ ടു 4 ഇൻറ്റു 1 അല്ലെങ്കിൽ 4 വ്യാപ്തത്തിന്റെ യൂണിറ്റ് ലിറ്റർ, പ്രഷർ ATM. ഇപ്പൊ ലിറ്റർ ATM എന്ന് എഴുതാം അല്ലേ? 4 ലിറ്റർ ATM. ഇതാണ് PV അഥവാ ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ വാതകത്തിന്റെ കാര്യത്തിൽ എപ്പോഴും PV എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. എങ്കിൽ നോക്കാം, നമ്മൾ എന്ത് ചെയ്തു? ഞാൻ പ്രഷർ കൂട്ടി, ഞാൻ പറയുന്നു പ്രഷർ 2 ATM ആയിട്ട് എന്ത് ചെയ്തു? പ്രഷർ 2 ATM ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പ്രഷർ 2 ATM ആയിട്ട് ഇൻക്രീസ് ചെയ്തു എങ്കിൽ അപ്പോഴത്തെ വോളിയം എന്ത് ചെയ്യണം? കണക്കാക്കണം. ഞാൻ ഇവിടുത്തെ പ്രഷർ, രണ്ടാമത്തെ പ്രഷർ ഞാൻ എടുത്തു, അതിനെ P2 ആക്കി എടുക്കുകയാണ്. അപ്പോഴത്തെ വോളിയം എന്തായാലും എടുക്കുന്നു? ഞാൻ V2 ആയിട്ട് എടുക്കുകയാണ്. അത് എത്രയെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പക്ഷേ ഈ വാതകത്തിന്റെ കാര്യത്തിൽ എപ്പോഴും P ഇൻറ്റു V എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. അപ്പൊ P1 ഇൻറ്റു V1 തന്നെ ആയിരിക്കും P2 ഇൻറ്റു V2 എന്നും പറയുന്നത്. അപ്പൊ ഇവിടുത്തെ P2 എത്രയാണ്? P2 എന്ന് പറയുന്നത് 2 ആണ്. V2 നമുക്ക് എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. പക്ഷേ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെ വരണം? 4 ലിറ്റർ ATM തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അപ്പോൾ എഴുതാം 4 ലിറ്റർ ATM തന്നെയാണ് PV അഥവാ സ്ഥിരസംഖ്യ വരേണ്ടത്. ഓക്കെ, അപ്പം മർദ്ദം കൂട്ടിയാലും വോളിയം കുറഞ്ഞാലും എന്ത് തന്നെയായിരിക്കും? P ഇൻറ്റു V എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഈ വാതകത്തിന് സംബന്ധിച്ചിടത്തോളം 4 തന്നെയായിരിക്കും. എങ്കിൽ ഇതിൽ നിന്ന് V2 കണ്ടെത്താലോ? അപ്പൊ V2 ഈക്വൽ ടു എങ്ങനെ കിട്ടും? V2 ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. എത്ര കിട്ടും? 2 ലിറ്റർ എന്ന് കിട്ടുന്നതാണ് 2 ലിറ്റർ. ഓക്കെ, അതായത് നോക്കാം, അങ്ങനെയാണെങ്കിൽ V2 സമയം എത്ര? 2 ലിറ്റർ. ഓക്കെ, 2 ഇൻറ്റു 2 4. അതായത് ഒരു വാതകത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും P ഇൻറ്റു V എന്തായിരിക്കും? എപ്പോഴും സ്ഥിരസംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ബോയിൽസ് നിയമത്തിന്റെ സമവാക്യം ഇക്വേഷൻ എന്ത് ചെയ്യാം? നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം പറയുന്നു, ആദ്യത്തെ മർദ്ദം എന്ന് പറയുന്നത് P1 ആയിട്ട് എടുക്കുകയാണ്. മർദ്ദം P1. അപ്പോഴത്തെ വോളിയം എന്ന് പറയുന്നത് V1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഞാൻ മർദ്ദം കൂട്ടി പ്രഷർ P2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോഴത്തെ വോളിയം ഡിക്രീസ് ചെയ്ത വോളിയം എന്ന് വെച്ചാൽ V2 ആണ്. ഈ രണ്ടിന്റെ റിലേഷൻ നമുക്ക് ആദ്യം എഴുതുക. ഫസ്റ്റ് റിലേഷൻ നോക്കണം. P1 പ്രഷർ ആയിരുന്നപ്പോൾ വോളിയം എന്താണ്? V1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/P1 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ മാസും ടെമ്പറേച്ചറും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എങ്കിൽ ഇതിൽ നമുക്ക് പ്രൊപ്പോർഷൻ മാറ്റാം. ഇങ്ങനെ എഴുതാം. പ്രൊപ്പോർഷൻ മാറ്റാം. ഓക്കെ, എങ്ങനെ എഴുതും? V1 സമം എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/P1 എന്ന് കിട്ടും. ഓക്കെ, ഇതെന്താണ്? എ കോൺസ്റ്റന്റ് എഴുതുകയാണ്. കോൺസ്റ്റന്റ് ഇൻറ്റു 1/P1, ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/P1. ഇതിൽ നിന്ന് കോൺസ്റ്റന്റ് എങ്ങനെ കിട്ടും? V1 ഇൻറ്റു P1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ? V1 ഇൻറ്റു P1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. V1 ഇൻറ്റു P1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. V1 ഇൻറ്റു P1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. പ്രഷർ P2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, വോളിയം V2 ആയിട്ട് ഡിക്രീസ് ചെയ്തു. എങ്കിൽ എഴുതാം V2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/P2. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പോർഷൻ മാറ്റാം. V2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ? എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/P2 എന്ന് എഴുതാം അല്ലേ? V2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/P2. അതിൽ നിന്ന് കോൺസ്റ്റന്റ് എങ്ങനെ കാണാൻ പറ്റും? V2 ഇൻറ്റു P2 സമം എ കോൺസ്റ്റന്റ് അല്ലേ? V2 ഇൻറ്റു P2 സമം എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൺസിഡർ ചെയ്തേ. എന്താണ്? V1 P1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, V2 P2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സെയിം ഗ്യാസ് ആണ്, സെയിം കണ്ടീഷൻ ആണ് അല്ലേ? V1 P1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, V2 P2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഒരു ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V1 ഇൻറ്റു P1 അല്ലെ? V1 ഇൻറ്റു P1 ഈക്വൽ ടു V2 ഇൻറ്റു P2 അല്ലെ? V1 ഇൻറ്റു P1 ഈക്വൽ ടു V2 ഇൻറ്റു P2. ഓക്കെ, ഇതാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലേ? ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓഫ് ബോയ്സ്. അതായത്
ബോയ്സായുടെ ഗണിതപരമായ സമവാക്യമാണ് V1 × P1 = V2 × P2. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഒന്നും തവണ പഠിക്കാനില്ല, നമുക്ക് ഈ റിലേഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. എന്താണ്? V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/P. PV = a കോൺസ്റ്റന്റ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുകൾ ചോദിക്കാം. അതായത് നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ വീട്ടിൽ ഫിഷ് ടാങ്ക് ഉണ്ട് എങ്കിൽ അല്ലേ, നിങ്ങൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിഷ് ടാങ്കിനകത്ത് വാട്ടർ ബബിൾസുകൾ അല്ലേ, അതായത് വാതക കുമിളകൾ അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ആ ഉണ്ടാകുന്ന വാതക കുമിളകളുടെ ഷേപ്പ് നിങ്ങൾ നോക്കണം, സൈസ് ഒന്ന് നോക്കുക അല്ലേ, അതിൻ്റെ സൈസ് ഒന്ന് നോക്കുക. അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വാതക കുമിളകൾ അഥവാ വാട്ടർ ബബിൾസുകൾ എപ്പോഴും താഴ്ഭാഗത്തു നിന്ന് മുകളിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. താഴ്ഭാഗത്ത് മുകളിലോട്ട് എങ്ങനെയായിരിക്കും? താഴെ ഏറ്റവും സൈസ് കുറവ്, അതിനെക്കാട്ടിയും സൈസ് കൂടുതൽ, അതിനെക്കാട്ടിയും സൈസ് കൂടുതൽ, അതിനെക്കാട്ടിയും സൈസ് കൂടുതൽ, ഏറ്റവും മുകളിൽ ഏറ്റവും സൈസ് കൂടുതലായിട്ട് വരും. ഓക്കെ, ഇപ്പം മുകളിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? വാട്ടർ ബബിൾസിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടി കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ നിയമവുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതായത് ഒരു വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിഭാഗത്ത് എപ്പോഴും പ്രഷർ എപ്പോഴും ഇതായിരിക്കും, കൂടുതലായിരിക്കും. പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും? വോളിയം എന്ത് പറ്റും? വോളിയം ഡിക്രീസ് ചെയ്യും. പ്രഷർ കൂടുമ്പം വോളിയം ഡിക്രീസ് ചെയ്യും. അതായത് പ്രഷർ കൂടിയ ഭാഗത്തുള്ള ബബിൾസിന് വോളിയം എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് ഏറ്റവും അടിഭാഗത്ത് ഉള്ള ബബിൾസിന് വോളിയം കുറവും, മുകളിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? വോളിയം ഇൻക്രീസ് ചെയ്ത് വരും. കാരണം വെച്ചാൽ മുകളിലോട്ട് വരുമ്പം പ്രഷർ കുറയും, പ്രഷർ കുറഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇത് ബോയ്സ് ലായുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതുപോലെ നിരവധി ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവയുടെ വിശദീകരണങ്ങൾ ചോദിക്കാൻ, ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ സാഹചര്യം ഇരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കിവിടെ ചെറിയൊരു പരീക്ഷണം ചെയ്യാം. അതായത് ഈ പരീക്ഷണത്തിന് വേണ്ട വസ്തുക്കൾ എന്ന് പറയുന്നത് ഇതാ, ഒരു സിറിഞ്ച് വേണം, അത്യാവശ്യം ഒരു വലിയൊരു സിറിഞ്ച് ആയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഒരു ബലൂണാണ്, ഈ ഒരു ചെറിയ ഒരു ബലൂൺ എന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് എയർ ഫില്ല് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഈ രണ്ട് വസ്തുക്കളുമാണ് വേണ്ടത്. നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ലാസ് നമ്മൾ പഠിച്ചതാണ്, അതായത് ബോയ്സ് ലാ അല്ലേ. ബോയ്സ് ലാ എന്ന് വെച്ചാൽ എന്താണ്? വോളിയം പ്രഷർ റിലേഷൻ ആണ് അല്ലേ. അപ്പം വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എന്താണ്? അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വോളിയം ഡിക്രീസ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. അതായത് വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിറിഞ്ചിന് എന്ത് ചെയ്യുന്നു? ഞാൻ സിറിഞ്ചിൽ നിന്നും എന്ത് ചെയ്യുന്നു? സിറിഞ്ചിനകത്തുള്ള പിസ്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ബാക്കിലോട്ട് ഒന്ന് വലിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നതിനകത്ത്? എയർ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ എൻഡിൽ എന്ത് ചെയ്താൽ ഈ വിരൽ കൊണ്ട് എന്ത് ചെയ്യുക? അമർത്തി പിടിക്കുന്നു. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രഷർ കൊടുക്കുകയാണ്. ഓക്കെ, നോക്കുക, ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നതാണ് ഇതുവരെയാണ് അല്ലേ. ഇതുവരെയാണ് ഗ്യാസിൻ്റെ വോളിയം. ഞാൻ എന്ത് ചെയ്തു? ഇതിലോട്ട് ആ ഗ്യാസിലോട്ട് ഞാൻ പ്രഷർ കൊടുക്കുകയാണ് അല്ലെ, ഞാൻ പിസ്റ്റൺ അമർത്തി പിടിക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെ അമർത്തുക. ഓക്കെ, ഞാൻ അമർത്തിക്കൊണ്ട് പോവുകയാണ്. എന്ത് പറ്റി? വോളിയം ചേഞ്ച് ആവുന്നു, വോളിയം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലെ. ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പം വോളിയം ചേഞ്ച് ആയി. ഞാൻ എന്ത് ചെയ്യുന്നതാ? വെറുതെ റിലീസ് ചെയ്യുകയാണ്, തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നതാണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം വോളിയം ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ അതായത് ഗേഷ്യസിലിരിക്കുന്ന വസ്തുവിന് എന്തില്ല? ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ഞാൻ ഇതാ അതിനുശേഷം ഞാൻ ഈ സിറിഞ്ച് ഒന്ന് ഊരിയെടുക്കുകയാണ്. ഓക്കെ, സിറിഞ്ചിൻ്റെ പിസ്റ്റൺ ഞാൻ ഊരിയെടുത്തു. എന്നിട്ട് ഈ ബലൂൺ എയർ ഫില്ല് ചെയ്ത ബലൂണാണ്. നിശ്ചിത ഗ്യാസിനകത്തോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. സാധാ എയറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നത്? ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയാണ്. ഓക്കെ, ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കുന്ന ആ സൈസിൽ എന്ത് ചെയ്യാവൂ? ഇതിനകത്തോട്ട് ബലൂണിനകത്തോട്ട് എയർ ഫില്ല് ചെയ്യാവൂ. ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കുന്ന രീതിയിലായിരിക്കണം. ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നതാ? ഇതിങ്ങനെ കണക്ട് ചെയ്യുകയാണ്, പഴയതുപോലെ ആക്കുന്നു. ഓക്കെ, കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്ന? ഇതിനകത്ത് നിന്നുണ്ട് ഗ്യാസ് ഉണ്ട് അല്ലേ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? അതിനകത്തോട് ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവിടെ നിന്ന് അമർത്തി പിടിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നതാ? പ്രഷർ ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനകത്ത് ബലൂൺ നോക്കുക, ബലൂണിൻ്റെ വോളിയം ഒന്ന് നോക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രഷർ ഇതാ ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. അതായത് പ്രഷർ ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ്. എന്ത് പറ്റി? പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ ബലൂണിൻ്റെ വോളിയം എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു അല്ലേ. ഓക്കെ, ഞാൻ വീണ്ടും പ്രഷർ
പ്രഷർ ഞാൻ കുറയ്ക്കുകയാണ്. പ്രഷർ കുറച്ചപ്പോൾ എന്ത് ചെയ്തു? ബലൂണിൻ്റെ വോളിയം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലേ? ഞാൻ പ്രഷർ വീണ്ടും ഞാൻ നോക്കുന്നു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. പ്രഷർ ഇൻക്രീസ് ചെയ്തു, വോളിയം ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഞാൻ പ്രഷർ എന്താണ് ഡിക്രീസ് ചെയ്യുന്നു, വോളിയം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇതാണ് ബോയ്സ് ലാ പറയുന്നത് അല്ലേ? എന്താണ്? വോളിയവും പ്രഷറും എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ വോളിയം ഡിക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം എന്താണ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചു ബോയ്സ് ലാ അല്ലേ? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അല്ലേ? എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ,